ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടീൻ്റെ ഒരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ ആൾക്കാർ അതിൽ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിപ്ലൈ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഈ ഒരു വണ്ടി ഞാൻ വാങ്ങിയത് 2022 വണ്ടീൻ്റെ A to Z കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വ്ളോഗിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാം. ഇതിന് മുന്നേ ഞാനൊരു പോണ്ടി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് റിവ്യൂ ചെയ്ത് അതേ സ്പോട്ടിൽ നിന്നിട്ടാണ് ഇന്ന് നമ്മൾ വണ്ടി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ചെയ്യുന്നത്. അന്ന് ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ അടുത്ത അപ്ഡേഷൻ ഇതിലിപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള പ്ലാൻ എന്ന് വെച്ചാൽ പാനിയേഴ്സും ടോപ്പ് ബോക്സും ചെയ്യണമെന്നുണ്ട്. പാനിയേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ ഞാൻ സ്റ്റോക്ക് വണ്ടി വാങ്ങിയതിന് ശേഷം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങളൊക്കെ മിനിമലാണെങ്കിലും അത്യാവശ്യം പ്രൈസ് റേഞ്ചുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഇപ്പോൾ വണ്ടി നമുക്ക് കാണുമ്പോൾ ഒരു പക്ക സ്റ്റാൻഡേർഡ് ടൂറിംഗ് ലുക്ക് ആയിട്ടുണ്ട്. അപ്പം വണ്ടി വാങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു 200X എടുക്കണം, എന്നിട്ട് അതിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഓൾറെഡി ഈ ഒരു വണ്ടി വാങ്ങിച്ചത്. അപ്പം അതിനനുസരിച്ചുള്ളൊരു സെറ്റപ്പ് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് 2-3 കാര്യങ്ങളോട് ഇതിൽ ചെയ്യാനുണ്ട്. പക്ഷേ അത് നിലവിൽ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അതാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വെച്ചത് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പം ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് ഞാൻ ചൂസ് ചെയ്തതിന് ഒരു ലൈക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മാറ്ററിലോട്ട് പോകാം. ഇതിന് മുന്നേ ഒരു ആസ്ക് മീ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു കുറേ ആൾക്കാർ നമുക്ക് ഇതേപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് എന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ അത്രത്തോളം ഇന്നലെ റിപ്ലൈസ് വന്നിട്ടില്ല. എന്നാലും ഇതിൽ എല്ലാം ഇൻക്ലൂഡ് നമ്മൾ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിച്ച അത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം സോർട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓരോന്ന് തിരഞ്ഞെടുത്തിട്ട് റീഡ് ചെയ്യട്ടോ. അപ്പോൾ ഒരു ബ്രോ ചോദിച്ചുള്ള കാര്യം എന്താ വെച്ചാൽ എല്ലാം പോരട്ടെ ഒരു 200X യൂസർക്ക് യൂസ് ആവുന്ന എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. 200X ഓണറാണെന്നുണ്ടെങ്കിൽ ഞാനും അതേ ഒരു ഓണർ തന്നെയാണ്. അപ്പം എൻ്റെ അടുത്തുനിന്ന് ഞാൻ ചിന്തിക്കുന്ന അതേ കാര്യം തന്നെ ആവും ഓപ്പോസിറ്റ് എടുക്കുന്ന ആളും ചിന്തിക്കുക. അപ്പം ഈ ഒരു ബൈക്ക് മെജോറിറ്റി ആൾക്കാർ ചൂസ് ചെയ്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ടൂറിംഗ് പർപ്പസ് തന്നെ ആയിരിക്കും. എന്നാൽ ബെറ്റർ മൈലേജ്, ബെറ്റർ കംഫർട്ട്, അങ്ങനെ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നാൽ കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എല്ലാം കൂടി തികഞ്ഞൊരു വണ്ടി, അതാണ് ഈ ഒരു കിടക്കണം മുതൽ. 200X വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഓൾമോസ്റ്റ് അധികം ഒന്നുമില്ല. ഈ ഒരു ഫ്രണ്ട് ഫെയറിങ് വരെ കവേർഡ് ആയിട്ടുള്ള ഒരു ക്രാഷ് കാർഡ് പോലും നമ്മുടെ വണ്ടിക്ക് കൊടുക്കുന്നില്ല. എല്ലാ ആക്സസറീസും ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടാണ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ട് നിന്ന് തുടങ്ങാം. BMW GS 310 വിൻഷീൽഡാണ്. 2 പർപ്പസിനാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. ഒന്ന്, ഈ വണ്ടിയുടെ ലുക്ക് മാറി ഒരു ബൾക്ക്നെസ് ഫീൽ വരും ഈ ഒരു വിൻഷീൽഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ വിൻഷീൽഡ് ഇല്ലാത്ത ഫോട്ടോയും വിൻഷീൽഡ് ഉള്ള ഒരു ഫോട്ടോയും ഇതിൽ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് കൂടുതൽ ബൾക്ക്നെസ് എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് അറിയുന്നുണ്ടാവും എല്ലാ രീതിക്ക് വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പം അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു സംഭവം മസ്റ്റാണ് കേട്ടോ. പിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇതെവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഡയറക്റ്റ് ഫിറ്റ് ആണോ അതാണോ ഇതാണെന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പം സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അതായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ഒരു വിൻഷീൽഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ളൊരു വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള വിൻഷീൽഡും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള വിൻഷീൽഡും അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിൻഷീൽഡിൻ്റെ ഭാഗത്തുള്ളത്. ഇനിയിപ്പോൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സൈഡിലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫുള്ളി ഫെയറിങ് കവേർഡ് ആയിട്ടുള്ള ഒരു ക്രാഷ് കാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. AG Star എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മാർക്കറ്റിൽ ഇപ്പം ബാൻഡിഡോസ് ഉണ്ട്, ഹൈപ്പർ റൈഡർ ഉണ്ട്, പിന്നെ AG Star ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പം കേരളത്തിൽ പൊതുവേ ഇപ്പോൾ മോട്ടോടോർക്കോ, മോട്ടോ കെയർ, അതുപോലെ തന്നെ AG Star, അങ്ങനെ 3-4 ഹൈപ്പർ റൈഡ്, അങ്ങനെ 3-4 ബ്രാൻഡാണ് ഇപ്പോൾ മെയിനായിട്ട് നല്ലൊരു രീതിക്ക് മൂവ്മെൻറ്റ് ഉള്ളതെന്ന് തോന്നുന്നു എനിക്ക്. ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് ഈ സെൻറ്റർ വഴി റാഡ് പോകുന്നത് അത്രയ്ക്ക് സേഫ് അല്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. കാരണം ഇൻ കേസ് നമ്മൾ വലിയൊരു ക്രാഷിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ റാഡ് പോകുന്നത് ശരിക്കും നമ്മുടെ ഹെഡിൻ്റെ തൊട്ട മുകളിലൂടെയാണ് പോകുന്നത്. കേസ് നമ്മുടെ എൻജിൻ ക്രാക്ക് ആവാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. ആ ഒരു റാഡ് അങ്ങനെ പോകുന്നുണ്ട്. ആ മാത്രമേ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. രണ്ടാമത് ഒരു ബ്രോ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് കറണ്ട് മൈലേജ് എത്രയാണ് കേട്ടോ. അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ട് ആൻഡ് MVD ഒപ്പീനിയൻ അബൌട്ട് ദിസ് മോഡിഫിക്കേഷൻ. 40 to 50 വരെ ഈ വണ്ടിയിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട്. 70 to 90 ഓടിക്കുന്ന സമയത്താണ് ഈ വണ്ടി അധികം സ്മൂത്ത് ആയിട്ട് അത്രയും പെർഫോമൻസ് ഒക്കെ ആയിട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറ്. അതിൻ്റെ എബോവ് പോകുന്ന സമയത്ത് എൻജിൻ ഭയങ്കര സ്ട്രെസ് ചെയ്ത് ഓടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ താഴോട്ട് പോകുന്ന സമയത്തും നമുക്ക് അത്ര ഒരു കംഫർട്ടൊന്നും തോന്നിയിട്ടില്ല. എങ്ങനെയായാലും ഒരു 70 to
90 പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൈലേജും കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു വണ്ടി നല്ല സ്മൂത്തായിട്ടും ഓടിക്കാൻ പറ്റും. ലോങ് റൈഡ് പോകുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഒരു പറഞ്ഞ സ്പീഡ് റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എനിക്ക് ഒരു 50 ഒക്കെ കിട്ടാറുണ്ട്, 50-55 ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ റൈഡിങ് കംഫർട്ട് എങ്ങനെ വെച്ചാൽ ഹാൻഡിൽ ബാർ ഭയങ്കര അപ്രൈറ്റ് ആണ്. റൈഡിങ് പോസ്റ്റർ വെച്ചാൽ ഭയങ്കര ഫ്രീ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും. പിന്നെയുള്ളൊരു പ്രശ്നം വെച്ചാൽ സീറ്റ് കുറച്ച് ഹാർഡാണ്, സസ്പെൻഷനും കുറച്ച് ഹാർഡാണ്. അതിൻ്റേതായിട്ടുള്ള ബാക്ക് പെയിനും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാറുണ്ട്. MBD ഓപ്ഷനാണ്, MBDൻ്റെ കാര്യമാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം എന്നെ MBD ഈ ഒരു വണ്ടി വെച്ചതിന് ശേഷം ആകെ ഒരു വട്ടം പിടിച്ചുള്ളൂ. ആ പിടിച്ച സമയത്ത് തന്നെ ഞാൻ ഒന്നാമത് നമ്മുടെ സിറ്റി റൈഡ് പോകുന്ന സമയത്ത് ഓക്സിലറി ലാമ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അന്നൊരു ഫൈൻ കിട്ടിയത്. ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ലഗേജും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണല്ലോ, മോഡിഫിക്കേഷനിലാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോർമലി ടൂറിങ് പോകുന്ന ഒരാളായതുകൊണ്ട് നമുക്കിതിങ്ങനെ അയച്ചു മാറ്റുക, പിന്നെ രണ്ടാമത് ടൂർ പോകുന്ന സമയത്ത് റീഫിറ്റ് ചെയ്യുക, ഇത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്ക് അതിനൊന്നും യാതൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ആകെ സിറ്റിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്സിലറി ലാമ്പ് ഒന്നും യൂസ് ചെയ്യാണ്ട് നിൽക്കാമെന്ന് പറഞ്ഞു. ഹൈ റേഞ്ച് പോകുന്ന സമയത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതൊരു പ്രശ്നമല്ല. സിറ്റിയിൽ നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്കിതുവരെ MVD ഇഷ്യൂ ആയിട്ട് അങ്ങനെ ഒരു ഫീല് വന്നിട്ടില്ല. അടുത്തത് ഓക്കെ, അതൊരു തമാശയിൽ ചോദിച്ചാണ്, ആ വൈസർ ഇങ്ങ് തരുമോ എന്ന്. അപ്പം വൈസറിൻ്റെ ഞാൻ പറഞ്ഞു, വൈസർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എങ്ങനെയായാലും വാട്സാപ്പ് നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു GS310 വൈസർ കിട്ടും കേട്ടോ. ഇത് ട്രാൻസ്പെറൻറ്റും ബ്ലാക്കും അവൈലബിൾ ആണ്. പിന്നെ ഒരു ബ്രോ ചോദിച്ചത് ഡീറ്റെയിൽ ആയിട്ട് പറയണം ബ്രോ, അതുപോലെ ലോങ് ടൂറിങ്ങിന് CB കുട്ടൻ എങ്ങനെ ഉണ്ട്, എയർ കൂളഡ് അല്ലേ? അതാ ലോങ് ടൂറിങ്ങിനാണ് ശരിക്കും ഈ ഒരു വണ്ടി എനിക്ക് ഓക്കെ ആയി തോന്നിയിട്ടുള്ളത്. നമ്മൾ സിറ്റിയിലും ട്രാഫിക്കിലും പോകുന്ന സമയത്ത് ഒരുപാട് ഗിയർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം വണ്ടി പിന്നെ അത്രയ്ക്ക് പെർഫോമൻസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എഞ്ചിനൊക്കെ കുറച്ച് ഹാർഡായ പോലത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വണ്ടി ഭയങ്കര സ്മൂത്താണ്. അത് നമ്മൾ ടോപ്പ് ഗിയറിൽ തന്നെ ഒരുപാട് ടൈം ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്ന ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. 80 to 90 ഒക്കെ ഭയങ്കര സ്മൂത്തിലാണ് വണ്ടി പോകുന്നത്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ടു അപ്ഗ്രേഡ് ഷോക്ക് അബ്സോഴ്സ് ആൻഡ് ഇൻക്രീസ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഷോക്ക് അബ്സോർവറിൽ നമുക്ക് പ്രത്യേകം അപ്ഗ്രേഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സംഭവം നടക്കില്ല കേട്ടോ. അതാണ് ഓൾമോസ്റ്റ് ആ ഒരു പോരായ്മ മാത്രം എല്ലാവരും പറയാൻ കാരണം അതാണ്. അടുത്ത് നമുക്ക് ആൻഡ് ഇൻക്രീസ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നാണ് ചോദിച്ചത്. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ബാക്കിൽ റിയർ സസ്പെൻഷൻ ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം ഒരു ക്ലാമ്പ് സെറ്റാക്കിയിട്ട് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഫ്രണ്ട് സൈഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, 1/2 ഇഞ്ചോളം ഇതിപ്പോൾ ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗം നമ്മളവിടെ താത്തിയിട്ട് അങ്ങനെ നമുക്ക് ഹൈറ്റ് കൂട്ടാം വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അത് എത്രത്തോളം സേഫാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ റിസ്ക് ആണ്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വല്ല GS310 അതുപോലെ തന്നെ ഹൈറ്റ് കൂടിയിട്ടുള്ള ഏതെങ്കിലും വണ്ടിയുടെ സസ്പെൻഷൻ ട്രാവൽ കൂടിയിട്ടുള്ള ഏതെങ്കിലും വണ്ടിയുടെ UST ഫോക്ക് നിങ്ങൾക്ക് മാറ്റി ഫിറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡ് അത്രയും ഹൈറ്റ് കൂടും. അതിനനുസരിച്ച് നമുക്ക് ബാക്കിൽ ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ട് ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഈ ബ്രോ ചോദിച്ചാനുള്ള ഒരു ആൻസർ. പിന്നെ നമുക്ക് ചോദിച്ചുള്ളത് ഈസ് ദർ എനി അപ്ഡേറ്റ് നീഡഡ് ഓൺ ഫിക്സിങ് ഹോൾസ് ഓൺ ദി ഫിക്സിങ് ഹോൾസ് ടു ഫിക്സ് ദി GS310 GS വിൻഷീൽഡ്. ഓക്കെ, അപ്പം GS310 വിൻഷീൽഡ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫിറ്റ് ഒരിക്കലും അല്ല കേട്ടോ. കാരണം ഇത് പറഞ്ഞാൽ GS310 ഇറക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ക്ലാമ്പാണ്, അതിൻ്റെ ക്ലാമ്പിന് മാച്ചായിട്ടുള്ള ഹോളാണ് അതിന്മേൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഹോൾ ഇട്ടിട്ട് ചെയ്യാം ഇതിൻ്റെ ക്ലാമ്പിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ഹോളിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾക്ക് വിൻഷീൽഡ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഈസി മെത്തേഡ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വേറൊരു സംഭവം കൂടി ചെയ്യാണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഈസി ആയിരിക്കും. എപ്പോൾ നിങ്ങൾക്ക് ഇത് അയക്കേണ്ടി വന്നാലും സ്റ്റോക്ക് വൈസർ നിങ്ങൾ അയക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാനും ഈസി ആയിട്ട് അയക്കാനും പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ടായി. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാട്ടോ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഹൗ ഡു യു ഫിക്സ് ദി ഗ്രാബ് റെയിൽ വിത്ത് ദി കാരിയർ ആൻഡ് സാഡിൽ സ്റ്റേ. ഓക്കെ, ഓൾമോസ്റ്റ് അധികം കാരിയറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഗ്രാബ് റെയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഗ്രാബ് റെയിലിൻ്റെ കൂടെ ഈ ഒരു കാരിയറിൻ്റെ കൂടെ ഈ ഗ്രാബ് റെയിലും കൂടി സെറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചുള്ളത്. അപ്പം സംഭവം വേറെ ഒന്നുമല്ല, AG സ്റ്റാറിൻ്റെ കാരിയറാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കാരിയറിന് മാത്രമേ കാരിയറിൻ്റെ കൂടെ ഇതുപോലെ ഗ്രാബ് റെയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതിനും എല്ലാത്തിനും നമുക്ക് ഈ ഒരു ഗ്രാബ് റെയിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കാരിയർ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഗ്രാബ് റെയിലും കാരിയറും വേണം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു AG സ്റ്റാറിൻ്റെ കാരിയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തത് ക്രാഷ് കാർഡ് ബ്രാൻഡാണ് ചോദിച്ചുള്ളത്. ക്രാഷ് കാർഡിൻ്റെ ബ്രാൻഡ് AG സ്റ്റാറാണ്. ഞാൻ റിയർ സൈഡ് കാരിയറും ഫ്രണ്ടിൽ ക്രാഷ് കാർഡും യൂസ് ചെയ്യുന്ന AG സ്റ്റാർ തന്നെയാണ്. ഈ ഒരു ക്രാഷ് കാർഡ് ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക്
ഫ്യൂച്ചറിൽ നമുക്ക് ജെറി ക്യാൻ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെറി ക്യാൻ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാഷ് ഗാർഡിന് പ്രത്യേകം ക്ലാമ്പിൻ്റെ ആവശ്യമില്ല. കാരണം ഡയറക്റ്റ് ഫിറ്റാണ്. അതിൽ ആ ഒരു ജെറി ക്യാൻ നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാം. ഇനി വേറെ കാരിയറിലൊക്കെ വേറെ ഒരു ക്രാഷ് ഗാർഡിലൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സംഭവം ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് എക്സ്ട്രാ ലൈറ്റാണ്. മിനി ഡ്രൈവാണ് യൂസ് ചെയ്യുന്നത്. HJG യൂസ് ചെയ്യാൻ കാരണം ഒന്നുകൂടി ബാക്കിൽ റിയർ സൈഡ് ഫാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു സാധനം HJG ആണ്. മിനി ഡ്രൈവ് യൂസ് ചെയ്യാനുള്ള കാരണം ഈ വണ്ടിയുടെ ബാറ്ററിക്ക് താങ്ങാവുന്ന ഒരു കപ്പാസിറ്റിക്കുള്ള ഓക്സിലറി ലാമ്പാണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി ഡ്രെയിൻ ആവുന്ന ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും പവർ കൂടിയതോ അല്ലെങ്കിൽ വാട്ട്സ് കൂടിയതൊക്കെ യൂസ് ചെയ്യും. അതിനനുസരിച്ച് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ വയറിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 3-way സ്വിച്ചാണ് യൂസ് ചെയ്തത്. ഇത് ഓൾറെഡി ഇതിൽ 2 മോഡ് വരുന്നുണ്ട്, യെല്ലോ വൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 മോഡിന് വേണ്ടിയിട്ട് 3-way സ്വിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്വിച്ചാണ്. വെള്ളം കയറാണ്ടൊക്കെ ഇവിടെ ഒരു റബ്ബർ ബുഷൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു 100% നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വയറിങ്ങിൻ്റെ കാര്യം, വയറിങ് കട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള സംഭവം ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. കാരണം 5 വരെ നമുക്ക് ഒരു വണ്ടി വാറൻറ്റി തരുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ വയറിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ നമ്മുടെ കീ സെറ്റിൻ്റെ ആ ഒരു സോക്കറ്റ് വരുന്ന ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സംഭവം വർക്ക് ചെയ്യും. അതിന് വയറിങ് കട്ട് ചെയ്തിട്ട് വെറുതെ അലമ്പാക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പാനേഴ്സ് ലിങ്കാണ് ചോദിച്ചിട്ടുള്ളത്. പാനേഴ്സ് ആക്ച്വലി ഞാൻ ഓഫ്ലൈൻ ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. 37 ലിറ്റേഴ്സാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. പാനേഴ്സ് 37 ലിറ്റേഴ്സിൻ്റെ 2 പാനേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു കിടിലൻ പാഡിങ് ഒക്കെ ഉണ്ട്, സെറ്റാണ്. വാട്ടർ ലീക്കേജ് എന്ന് പറഞ്ഞ സാധനമില്ല. ഇവിടെ മഴയത്തൊക്കെ ഞാൻ പെരുമഴത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം മഴയത്ത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് വെള്ളം കയറുന്നൊരു ഇഷ്യൂ ഇതിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു പൊന്തലുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അലുമിനിയാണ് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. കാരണം ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ പറഞ്ഞു ആ ഒരു ആക്സിഡൻറ്റിൽ എനിക്ക് ഒരു ബോക്സും അതുപോലെ തന്നെ ആ ഒരു സ്ലൈഡറും ക്രാഷ് ഗാർഡും ഉള്ളതുകൊണ്ടാണ് വണ്ടിക്കും എനിക്കും പ്രത്യേകം ഒന്നും പറ്റിയില്ല. അത്രയും സേഫായിട്ട് ഞാൻ ലാൻഡ് ചെയ്തത് ഈ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇതൊരു പ്ലസ് പോയിൻ്റാണ്. അങ്ങനത്തെ ഒരു കാര്യത്തിൽ പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ 37 ലിറ്റേഴ്സിൻ്റെ പാനേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അധികം വെയിറ്റ് ഒന്നുമില്ല നമ്മുടെ ബൈക്കിന്. ഈ ഒരു 200X സീരീസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് തന്നെയാണ്. ഇതിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സാഡിൽ കിട്ടും. അപ്പോൾ ആ ഒരു സാഡിൽ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഇതുപോലൊരു കാരിയർ വേണം കേട്ടോ. അതായത് സാഡിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കാരിയർ നിങ്ങൾക്ക് മസ്റ്റാണ്. അതുണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഈ ഒരു പാനർ നമുക്ക് ഫിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബാക്കി നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ബാക്കി പോർഷൻസ് ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ആയി വരും. അപ്പം അതാണ് നമ്മുടെ പാനിയേഴ്സിൻ്റെ അവസ്ഥ. ലോക്കിംഗ് സിസ്റ്റമാണ്. അത് ഭയങ്കര എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എവിടെ പോയാലും നമുക്ക് അത്രയും സേഫായിട്ട് ലഗേജ് വെച്ചിട്ട് പോകാൻ പറ്റും. കാരണം അങ്ങനത്തെ ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തത് I want full video bro. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട് ബ്രോ. ഹൗ മച്ച് കോസ്റ്റ് യു സ്പെൻഡ്? ഇത് ഞാൻ ലാസ്റ്റ് പറയാം. കാരണം നമ്മൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് ലാസ്റ്റ് പറയേണ്ട ഒരു സംഭവമാണിത്. എത്ര രൂപ ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി ചിലവാക്കി എന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു തോന്നുന്നു. ഓക്കെ, അടുത്തൊരു ഇത് ചോദിച്ചു, വൈസർ കറക്റ്റ് ഫിക്സ് ആക്കാൻ വഴിയുണ്ടോ? വൈസർ കറക്റ്റ് ഫിറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ട് 200Xന് ഈ ഒരു വിൻഷീൽഡ് വെക്കുന്ന സമയത്ത് ഹാൻഡിൽ ബാർ തട്ടുന്ന ഒരു ഇഷ്യൂ ആണുള്ളത്. ഹാൻഡിൽ ബാർ തട്ടുന്ന ഇഷ്യൂ, അതുപോലെ തന്നെ ഈ ഒരു ഹോൾ കറക്റ്റ് അല്ല എന്നുള്ളൊരു ഇഷ്യൂ ആണുള്ളത്. അപ്പം ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയാം. ഹാൻഡിൽ ബാറിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഈ ഹോളിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി സെറ്റപ്പ് ആക്കാം. കാരണം അത് നമ്മൾ അത് നമുക്ക് ഒന്നുകൂടെയും ഈസി ആയിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം കേട്ടോ. പിന്നെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അണ്ണൻ്റെ ഫാനാണ് വണ്ടി കണ്ട്. താങ്ക് യു. അത് എനിക്ക് അത് സുഖിച്ചിട്ടാണ്. വാട്ട് അബൌട്ട് ദി റൈഡിങ് കംഫർട്ട് ഓഫ് വെഹിക്കിൾ? അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈഡിങ് കംഫർട്ട് അടിപൊളിയാണ്. ലാസ്റ്റ് ചോദിച്ചൊരു ചോദ്യമാണ് ഹൗ മച്ച് കോസ്റ്റ് യു സ്പെൻഡ് എന്നുള്ളട്ടാ. അപ്പം ഞാൻ ഈ വണ്ടിക്ക് അറൗണ്ട് ഏകദേശം 50K, അതായത് 50,000 രൂപയുടെ അടുത്ത് വരെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 42,600 രൂപയാണ് നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനൊരു സെറ്റപ്പിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പാനേഴ്സും ടോപ്പ് ബോക്സും പിന്നെ കാരിയർ, സാഡിൽ, ക്രാഷ് ഗാർഡ്, വിൻഷീൽഡ് ഇതൊക്കെ അടക്കം ചിലവായിട്ടുള്ള ഒരു എമൗണ്ടാണ് 42,600 റുപ്പീസ്, 42,600 രൂപ. അപ്പം ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്.
വെറും മിനിമൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്, എന്നാൽ ഡയറക്റ്റ് ഫിറ്റാണ്. ഒരു ടൂറിങ് വണ്ടിക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഭയങ്കര മിനിമലായിട്ട് ഞാൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ. ഒരു എക്സ്ട്രാ നമ്മളിത് കണ്ടാൽ ഒരു ഭയങ്കര ഒരു മോഡിഫിക്കേഷൻ ആയിരുന്നു തോന്നില്ല, ഒരു പക്ക ഒരു നീറ്റ് മോഡിഫിക്കേഷൻ. അപ്പം ഇത്രയും എമൗണ്ടാണ് ചിലവായത്. അപ്പോൾ ബാക്കി ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റ ആയിട്ട് ഞാൻ താഴെ കൊടുക്കാം, അപ്പോൾ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞൊരു താഴെ കൊടുക്കുന്ന വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പെയറൊക്കെ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.